ശ്രീമന്നാരായണീയം ദശകം 22 അജാമിളോപാഖ്യാനം. ശ്ലോകം 8. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനേന ഭോജന്മ സഹസ്രകോടിഭിഃ കൃതേഷു പാപേഷ്വപി നിഷ്കൃതി കൃതാ യദഗ്രഹീർനാമ ഭയാകുലോ ഹരേർ യദി പ്രഭോ ത്വത്പുരുഷാഭ്യഭാഷിരേ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, വിഷ്ണു പാർഷദന്മാര് യമദൂതന്മാരോട് പറയാണ്, ശ്രുതികളിലും സ്മൃതികളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള പ്രായശ്ചിത്തങ്ങളായ ആ വ്രതങ്ങൾ അതുപോലെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മുൻപ് ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം നശിക്കും. എന്നാൽ പാപം ചെയ്യാനുള്ള വാസന നശിക്കില്ല. എന്നാൽ ഭഗവത് സേവയാകട്ടെ, ഭക്തിയാകട്ടെ, പാപങ്ങളെയും പാപം പിന്നീട് ചെയ്യാനുള്ള ആ വാസനകളെയും രണ്ടിനെയും നശിപ്പിക്കും. ഇനി ഭോ, ഇവിടെ യമകിങ്കരന്മാരെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ് അവര്. അനേന ജന്മസഹസ്രകോടിഭി, ഇവൻ 1000 കോടി ജന്മങ്ങളിൽ കൃതേഷു ചെയ്തുപോയ പാപേഷു പാപങ്ങൾക്ക്, 1000 കോടി ജന്മങ്ങളിൽ ചെയ്തുപോയ പാപങ്ങൾക്ക് വരെ ഇവിടെ പാപേഷു അഭി പാപങ്ങൾക്കും കൂടി നിഷ്കൃതി കൃതാ, നിഷ്കൃതി പ്രായശ്ചിത്തം കൃതാ ചെയ്തു കഴിഞ്ഞു. നാരായണ എന്നുള്ള ഒരൊറ്റ ഭഗവാന്റെ നാമം വിളിച്ചപ്പോൾ തന്നെ ഇവൻ അനേക കോടി ജന്മങ്ങളിൽ ചെയ്ത, ഇപ്പോൾ ചെയ്ത പാപങ്ങൾ മാത്രമല്ല, ഈ ജന്മത്തിൽ മാത്രമല്ല, അനേക കോടി ജന്മങ്ങളിൽ ചെയ്ത സർവ പാപങ്ങളും നശിച്ചു കഴിഞ്ഞു. അതിനുള്ള പ്രായശ്ചിത്തം അവൻ ചെയ്തു കഴിഞ്ഞു. ആ ഭഗവാന്റെ നാമം ഉച്ചരിച്ചപ്പോൾ തന്നെ അതിന്റെ പ്രായശ്ചിത്തം ആയിക്കഴിഞ്ഞു. ഏത് എന്തുകൊണ്ടാണ് എന്ന് വച്ചാല് ഭയാകുല, ഭയപരവശനായി, പേടിയോടുകൂടി, ഹരേ നാമ, ഹരിനാമ കീർത്തനം ആഗ്രഹീത് ഉച്ചരിച്ചു ചെയ്തു. ഇവൻ ഭയപരവശനായിട്ടാണ്, പേടിച്ചു വിറച്ചാണ് ഇവൻ. യമദൂതന്മാരെ കണ്ടപ്പോൾ പേടിച്ചു വിറച്ചാണ് ഇവൻ നാരായണ എന്ന് നീട്ടി തൻ്റെ ഇളയ മകനെയാണ് വിളിച്ചതെങ്കിലും ഭഗവാന്റെ പേരായിരുന്നു അത്. അങ്ങനെ ഹരിനാമ കീർത്തനം അവൻ ചെയ്തു. ഇതി എന്ന് പ്രഭോ, അല്ലേ ഭഗവാനെ, ത്വത്പുരുഷ അവിടുത്തെ ദൂതന്മാര്, നിന്തിരിവടിയുടെ ദൂതന്മാര് വ്യഭാഷിരേ പറഞ്ഞു. ഭയമുള്ളവർക്ക് ഹരിനാമ കീർത്തനമല്ലാതെ വേറെ ഒരു ഗതിയില്ല. കാരണം അങ്ങനെയുള്ള സമയത്ത് ഭഗവാനെ അറിയാതെയാണെങ്കിലും ഭഗവാന്റെ പേര് വിളിച്ചു പോകും. പേടി വരുമ്പോൾ വേറെ ഒരു കാര്യങ്ങളും മനസ്സിൽ അന്നേരം വരില്ല. അത് സർവ പാപങ്ങളും നശിക്കാനുള്ള കാരണമായി തീരുകയും ചെയ്യും എന്നിവിടെ പറയാണ്. പേടിച്ചു വിറച്ചാണ് ഇവിടെ അജാമിളൻ ഭഗവാനെ വിളിച്ചത്. അതുകൊണ്ട് തന്നെ ഹരിനാമ കീർത്തനമായിട്ടത് മാറി. സകല പാപങ്ങളും അവന്റെ തീരുകയും ചെയ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.